തവനൂരിലെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം അത് വെറുമൊരു അക്കമല്ല, അതൊരു കഥയാണ്. വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ഒരു ജനവിധി തീരുമാനിക്കപ്പെട്ട കഥ. എന്തുകൊണ്ടാണ് ഓരോ വോട്ടും അവിടെ അത്രയധികം നിർണായകമായത്? ഈ വിശകലനത്തിൽ നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ഈ കഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് 6 ഘട്ടങ്ങളിലൂടെ കടന്നുപോകാം. ആദ്യം ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ കണക്കുകൾ നോക്കാം. പിന്നെ തവനൂരിന്റെ മണ്ണിലിറങ്ങി അവിടത്തെ ആളുകളുടെ പൾസറിയാം. അവരുടെ പരാതികൾക്ക് കാതോർക്കാം. രാഷ്ട്രീയ ശക്തികളുടെ ബലവും ബലഹീനതകളും വിലയിരുത്താം. അതിൽ നിന്ന് മികച്ച ഭരണത്തിനായുള്ളൊരു വഴി കണ്ടെത്താൻ ശ്രമിക്കാം. ഒടുവിൽ യഥാർത്ഥ ജനവിധി എന്താണ് നമ്മളോട് പറയുന്നതെന്ന് തിരിച്ചറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? എന്തുകൊണ്ടാണ് തവനൂരിലെ തെരഞ്ഞെടുപ്പ് ഇത്രയധികം ഒരു ത്രില്ലിംഗ് ആയത്? അതിന്റെ ഉത്തരം ആ നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. വെറും 2564 വോട്ടുകൾ. 2021 തവനൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ മാർജിൻ അതായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും ചെറിയൊരു സംഖ്യ ഒരു മണ്ഡലത്തിന്റെ തലവിധി മാറ്റിയെഴുതുമ്പോൾ ഓരോ സാധാരണക്കാരന്റെ പ്രശ്നത്തിനും ഓരോ കുടുംബത്തിന്റെ വേദനയ്ക്കും എത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജനങ്ങളെ കേട്ടില്ലെങ്കിൽ അവർ പ്രതികരിക്കും, ഉറപ്പാണ്. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയാൽ സംഭവം ക്ലിയറാകും. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 70,358 വോട്ട്. തൊട്ടുപിന്നാലെ UDF സ്ഥാനാർത്ഥിക്ക് 67,794. അതായത് വോട്ട് ശതമാനത്തിൽ 2% പോലും വ്യത്യാസമില്ല. ഓരോ വോട്ടിനും പൊന്നിന്റെ വിലയുണ്ടായിരുന്ന ഒരു പോരാട്ടമാണ് തവനൂരിൽ കണ്ടത്. ഈ അക്കങ്ങൾക്കൊക്കെ പിന്നിൽ എന്താണ്? ആ വോട്ടുകൾക്ക് പിന്നിലെ കാരണങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ തവനൂരിന്റെ ഹൃദയമിടിപ്പറിയണം. അവിടുത്തെ ആളുകൾ, അവരുടെ ജീവിതം, അവരുടെ നാട്. എന്തുകൊണ്ടാണവരങ്ങനെ വോട്ട് ചെയ്തത്? നമുക്ക് നോക്കാം. അപ്പോൾ എവിടെയാണ് ഈ തവനൂർ? കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണെങ്കിലും തവനൂർ മണ്ഡലം പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മിക്സ്ഡ് ഏരിയയാണ്. തവനൂരിനെ പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതൊരു ഗ്രാമീണ മേഖലയാണ്. ഗൾഫിലെ വരുമാനത്തെ ആശ്രയിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഏകദേശം ഒരു 12-14% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും. ഏറ്റവും പ്രധാനം, ഇവിടുത്തെ ആളുകൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. അതുകൊണ്ടുതന്നെ അവർ പ്രതികരിക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അന്തസ്സുണ്ടല്ലോ, അത് ഉറപ്പാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവരുടെ ഓരോ വോട്ടും. തവനൂരിലെ ആളുകൾ വോട്ട് ചെയ്യാനുള്ള തങ്ങളുടെ അവകാശം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. നോക്കൂ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 75% മുകളിലാണ് പോളിംഗ്. ഈ അടുത്ത കാലത്ത് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും ജനാധിപത്യത്തിലുള്ള ഈ ഒരു ശക്തമായ പങ്കാളിത്തം തന്നെ വലിയ കാര്യമാണ്. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുവാണ്. എന്താണ് ജനങ്ങളുടെ മനസ്സിൽ? എന്തൊക്കെ പരാതികളാണ് അവരുടെ ഉള്ളിലുള്ളത്? സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ റിസൾട്ടിനെ തന്നെ മാറ്റിമറിക്കുന്നത്? ടെക്നീഷ്യനില്ലാത്ത ഒരു മെഷീൻ. ഇത് വെറുമൊരു വാക്കല്ല, ജനങ്ങളുടെ നിരാശയുടെയും നിസ്സഹായാവസ്ഥയുടെയും ശബ്ദമാണത്. കാലടി ഗ്രാമപഞ്ചായത്തിൽ ഒരു MRI സ്കാനർ കൊണ്ടുവച്ചു, പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. ഇതുപോലെ പാതിവഴിക്ക് നിൽക്കുന്ന വികസനമൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരും, സ്വാഭാവികം. ജനങ്ങളുടെ ഈയൊരു ദേഷ്യത്തിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് വിലക്കയറ്റം. പച്ചക്കറിക്ക് 100% വില കൂടുമ്പോൾ സാധാരണ വീട്ടമ്മമാരുടെ ബഡ്ജറ്റ് താളം തെറ്റും. രണ്ടാമത്തേത് ഗൾഫിൽ നിന്നുള്ള മടങ്ങിവരവ്. ജോലി പോയി തിരിച്ചുവന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. മൂന്നാമത്തേത് വന്യമൃഗങ്ങളുടെ ശല്യം. കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് നശിച്ചു പോകുന്നത് കാണുമ്പോഴുള്ള വേദന. പിന്നെ നാലാമത്തേത് ക്ഷേമപദ്ധതികളിലുള്ള ഒരു മടുപ്പ്. പെൻഷൻ നേരം കിട്ടുന്നില്ല, കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മെഷീൻ പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ സർക്കാരിലുള്ള വിശ്വാസം പോകും, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി രാഷ്ട്രീയ കളത്തിലേക്ക് വരാം. ഇത് വെറും 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, മറിച്ച് 2 രാഷ്ട്രീയ രീതികളും അവരുടെ പ്രവർത്തന ശൈലികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. നമുക്ക് പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളെയും ഒന്ന് നോക്കാം. ഒരു വശത്ത് സിറ്റിംഗ് MLA. അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, ശക്തമായ പാർട്ടി സംവിധാനമുണ്ട്. മറുവശത്ത് വിവാദങ്ങളും പിന്നെ കുടിവെള്ളം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലാന്നൊരു ആക്ഷേപവും അദ്ദേഹത്തിനെതിരെയുണ്ട്. ഇനി ചലഞ്ചറെ നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാണ്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള മലയാളികൾക്കിടയിൽ. പക്ഷേ ഈ ഓൺലൈൻ ഫാൻ ബേസ് വോട്ടായി മാറുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഇതിനെ നമുക്ക് ചതുർമുഖതന്ത്രം എന്നു വിളിക്കാം. 4 മുഖങ്ങളുള്ള ഒരു സ്ട്രാറ്റജി. ഒന്നാമത്തത് ശിവന്റെ മുഖം, അതായത് അഗ്രഷൻ. എതിരാളിയുടെ വീഴ്ചകളെ കൃത്യമായ കണക്കുകൾ വെച്ച് ആക്രമിക്കുക. രണ്ടാമത്തത് വിഷ്ണുവിന്റെ മുഖം, അതായത് സ്റ്റെബിലിറ്റി. സമൂഹത്തിൽ സമാധാനം ഉറപ്പാക്കും.
എല്ലാവർക്കും വികസനമെത്തിക്കും എന്നൊരു ഉറപ്പ് നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ മുഖം, അതായത് ഇന്നൊവേഷൻ. പഴയ പ്രശ്നങ്ങൾക്ക് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേത് ദുർഗയുടെ മുഖം, അതായത് സംരക്ഷണം. വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്ന ഒരാളായി സ്വയം അവതരിപ്പിക്കുക. അപ്പോ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തി. തവനൂരിലെ ജനവിധി നമ്മളോട് പറയുന്നത് ഒരു കാര്യമാണ്: ഇവിടെ വിഷയം പ്രത്യാശാസ്ത്രമല്ല, പ്രവൃത്തിയാണ്. വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങൾ മടുത്തു. അവർക്ക് വേണ്ടത് കാര്യങ്ങൾ നടപ്പാവുന്നതാണ്. ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ ഉടൻ ശ്രദ്ധിക്കണം, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ. 1. കുടിവെള്ളം. പുതിയ പദ്ധതികൾ പെട്ടെന്ന് തീർക്കണം. 2. റോഡും യാത്രയും. ഗ്രാമങ്ങളിലെ റോഡുകൾ നന്നാക്കണം, ചെറിയ ബസ് സർവീസുകൾ തുടങ്ങണം. 3. ആരോഗ്യം. ആശുപത്രികളിൽ ഡോക്ടർമാരും മരുന്നുമുണ്ടെന്ന് ഉറപ്പാക്കണം. ഈ സേവനങ്ങളൊക്കെ നൽകുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കണം: ആളുകളുടെ സ്വകാര്യത. അവരുടെ വിവരങ്ങൾ എടുക്കുമ്പോൾ സമ്മതം ചോദിക്കുന്നത് ഭരണത്തിൽ അവർക്കുള്ള വിശ്വാസം കൂട്ടുകയുള്ളൂ. ഇപ്പോൾ അവസാനം ഒരു ചോദ്യം ചോദിച്ചു നിർത്താം. ഈ തെരഞ്ഞെടുപ്പ് ഫലം അതൊരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമാണോ, അതോ സാധാരണക്കാരന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഭരണം എത്രത്തോളം വിജയിച്ചു എന്നതിന്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ടാണോ? തവനൂരിലെ ജനങ്ങൾ നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്: ഞങ്ങളെ കേൾക്കൂ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ, ഇല്ലെങ്കിൽ അടുത്ത തവണ ഞങ്ങൾ മറുപടി തരും, ബാലറ്റ് പേപ്പറിലൂടെ.